ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല. താഴെ നമുക്ക് അതിനായിട്ട് കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്തിട്ട് പോവുക. വീഡിയോ മാക്സിമം ഫുള്ളായി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ബ്ലാസ്റ്റേഴ്സ് ഇതാ കോച്ചിനെ എല്ലാം സാക്ക് ചെയ്തതിന് ശേഷം അവരുടെ ആദ്യ ഹോം മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ്. ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയ ഒരു ടീമാണ് മുഹമ്മദൻ FC. അവരുടെ എവേ മത്സരത്തിനായി നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് വരാനായി പോവുകയാണ്. ഇനി ഇവിടെ നോക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് 10ാം സ്ഥാനത്താണ്. മറിച്ച് മുഹമ്മദൻ FC ആവട്ടെ 13ാം സ്ഥാനക്കാരാണ്. സീസണിൽ വെറും ഒരു വിജയം മാത്രമാണ് അവർ കണ്ടിരിക്കുന്നത്. അതും ചെന്നൈയിൻ FCയെ മാത്രം ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിട്ടുള്ളൂ. മുഹമ്മദൻ FCയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് ശേഷം അവരുടെ ആരാധക രോഷം കാണിക്കുന്ന ആ വീഡിയോ ഒക്കെ നല്ല വൈറലൊക്കെ ആയിരുന്നു. എന്നാലും അതിലേക്ക് കിടക്കുന്നില്ല. മുഹമ്മദൻ FCയുടെ ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ്. അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവർ ഒരുപാട് ഗോളുകൾ കൺസീഡ് ചെയ്യുകയും അതുപോലെ ഗോളുകൾ അടിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അതാണ് അവർക്ക് പലപ്പോഴായും വിനയായി വരുന്നത്. മിഡ്ഫീൽഡിൽ നല്ലൊരു ഗെയിം തന്നെ അവർ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ അറ്റാക്കേഴ്സിൻ്റെ ഒരുപാട് പിഴവുകൾ അവർക്ക് പലപ്പോഴായും തിരിച്ചടിയായി വന്നിട്ടുമുണ്ട്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനെ സാക്ക് ചെയ്തുകൊണ്ട് തോമസും അതുപോലെ തന്നെ പുരുഷോത്തമനുമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ വലിയൊരു അഴിച്ചുപണി തന്നെ നടത്തിയേക്കാം. മിക്കായിൽ സ്റ്റാറയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 4-2-3-1 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ആയിരുന്നു. ഇപ്പോഴത്തെ തോമസ് എന്ന് പറയുന്ന കോച്ചിന് ബ്ലാസ്റ്റേഴ്സ് ടീമിന് നല്ലവണ്ണം പരിചയം ഉള്ള ഒരു കോച്ചാണ്. കാരണം ഇവാൻ വിക്കോമനോവിച്ച് ഉണ്ടാവുമ്പോൾ അവിടെ ഫിസിക്കൽ സ്റ്റാഫായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ തോമസ് ആണ്. അതുകൊണ്ട് തന്നെ ടീമിനെ നല്ല രീതിയിൽ അറിയുന്ന ഒരു കോച്ചായതുകൊണ്ട് തന്നെ ആ ഒരു പഴയ ഫോർമേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. 4-4-2 എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷനിലേക്ക് ടീമിനെ കൊണ്ടുവരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എയ്മനെയും അസറിനെയും ഫസ്റ്റ് 11ലേക്ക് കൊണ്ടുവന്നേക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതുവരെയുള്ള മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവസാനം മിക്കായിൽ സ്റ്റാറെ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് ഇൻഡിവിജ്വൽ എറേഴ്സ് ഞങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത്. അത് തിരുത്താതെ ഈ ഒരു ടീം എവിടെയും എത്താൻ പോകുന്നില്ല. ഇനി എത്ര തന്നെ കോച്ചിനെ സാക്ക് ചെയ്താലും നമുക്ക് ടീമിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ എറേഴ്സ് മാറ്റിയെടുത്തേ പറ്റുള്ളൂ. അത് കോച്ചിൻ്റെ പല ഡിസിഷനുകളും നമ്മൾ വൈകി എടുക്കുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വൈകി എടുക്കുന്ന ഡിസിഷനുകൾ മാത്രമല്ല ഈ ഒരു ടീമിന് സെറ്റ് ബാക്ക് ആണ്, ആ ഇൻഡിവിജ്വൽ എറേഴ്സാണ്. അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചേ പറ്റുള്ളൂ. ഇനി ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പിങ്ങിൽ സച്ചിൻ സുരേഷ്, ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ സന്ദീപും അതുപോലെ തന്നെ നൊയോച്ചിയും. ഒരു ഇന്ത്യൻ ലൈൻ ഡിഫൻസ് ആണ്, പ്രീതം കോട്ടാലും അതുപോലെ തന്നെ ഹോർമിപ്പാമും. ഇനി മിഡ്ഫീൽഡിലേക്ക് പോകുമ്പോൾ റൈറ്റ് വിങ്ങിൽ കൊറോ സിംഗും ലെഫ്റ്റ് വിങ്ങിലായിട്ട് നോവാ സദോയും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിക്കൊണ്ട് നമ്മുടെ അഡ്രിയാൻ ലൂണയും ഡാനിഷ് ഫാറൂഖ് മിഡ്ഫീൽഡിലേക്കും വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അറ്റാക്കിങ്ങിലേക്ക് ജീസസ് ജിമേനസിനോടൊപ്പം ഒരു ഇന്ത്യൻ സ്ട്രൈക്കറേയും കൊണ്ടുവരാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ബെഞ്ചിലിരിക്കുന്ന ഈശാൻ പണ്ഡിത അല്ലെങ്കിൽ KP രാഹുൽ, ഇവരെ ആരെങ്കിലെയും കൊണ്ടുവരിക. സെക്കൻഡ് ഹാഫിലേക്ക് ഒരു ഫ്രഷ് ലെഗ് ആയിക്കൊണ്ട് കോമി പെപ്രയെ കൊണ്ടുവന്നുകൊണ്ട് അറ്റാക്കിങ്ങിലേക്ക് ഒരു മൂർച്ച കൂട്ടുന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് വീക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷനുകളായിക്കൊണ്ട് കോയഫിനെയും അതുപോലെ തന്നെ മിലോസിനെയും സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ വെക്കുക. കളിയുടെ ഗതി മാറുന്നതിനനുസരിച്ചുകൊണ്ട് നമുക്ക് ആ മിഡ്ഫീൽഡിനെ മാറ്റുന്നതായിട്ടാണ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ലൈനപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്, താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.